നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ പല അഡ്വർടൈസ്മെന്റ്സും കാണുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളാണ് പല ഏജൻസികൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. മെയിൻ ആയിട്ട് പറയുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിന്റെ അക്രഡിറ്റേഷൻസും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇതേ ലെവലിൽ ട്രിപ്പിൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് മറ്റ് കൺട്രീസിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസിലേക്കാളും ഇരട്ടി ഫീസ് വരുന്നുണ്ട്. ഫ്രാൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് IELTS ആവശ്യമില്ല, എന്നാൽ ഫ്രാൻസിൽ വന്ന് PG കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ IELTS ആവശ്യമുണ്ട്. നല്ലൊരു കോളേജ് ചൂസ് ചെയ്യാം, നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ കോളേജിനെ കുറിച്ച് കോഴ്സിനെ നന്നായിട്ട് അന്വേഷിക്കാം. Welcome to the sixth session of Univoices. So today we have Donas M. Shaji. Okay, എൻ്റെ പേര് ഡോണസ്. ഞാൻ ദേവഗിരിയിൽ നിന്ന് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫ്രാൻസിൽ EMLV മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പൊ ഇന്റേൺഷിപ്പ് കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, you know what, it's like a proud moment for me. കാരണം ഞാൻ ഫസ്റ്റ് ഇയറിൽ കോളേജിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മളെ കോളേജിലെ ചെയർമാൻ ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഇയറിൽ കണ്ടൊരു മുഖമാണ്. ആൻഡ് പെട്ടെന്ന് സീനിയേഴ്സിനോട് ചോദിച്ചപ്പോൾ ആൾക്ക് പെട്ടെന്ന് എന്റെ അടുത്ത് തന്നൊരു കോൺടാക്ട് നമ്പർ ആയിരുന്നു ഡോണസിന്റെ. ബിക്കോസ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് ടു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഇറ്റ്സ് യു ആൻഡ് അതർ തിങ് ഇസ് പാരീസ്. കുറെ ആൾക്കാരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് പാരീസ്. സോ ഞാൻ ഡോസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ യു ആർ സോ ത്രില്ഡ് ബിക്കോസ് മെനി പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ പാരീസ്. ലൈക്ക് എല്ലാവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. പാരീസിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ ഇല്ല. പലരും പലയിടത്തുനിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളുടെ ബേസിലാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്രസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമെന്ന് പറയുന്നത് ഞാനും എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്തുവാണല്ലോ ഷെയർ ചെയ്യാനോ ഇഷ്യൂസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോ നമുക്ക് പാരീസിൽ വെച്ച് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് പാരീസ് ചൂസ് ചെയ്തത്? ഐ നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കൺട്രി ആയിരുന്നില്ല ഫ്രാൻസ്. ഞാൻ ഫ്രാൻസിനെ കുറിച്ച് പാരീസിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫിൻലൻഡ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഹെൽസിങ്കിന്റെ ഓൾമോസ്റ്റ് പ്രോസസിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അത് കുറച്ച് ഡിലേ വന്നപ്പോഴാണ് മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഫ്രാൻസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരുപാട് അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഫ്രാൻസിലുണ്ട്. എസ്പെഷ്യലി ഒരു മാനേജ്മെന്റ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഫീൽഡ് കഴിഞ്ഞ് വന്ന് അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ലണ്ടൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും കമ്പയർ നോക്കുമ്പോൾ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റിയിൽ എന്നാൽ ഫീസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ രീതിയിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഫ്രാൻസ് യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ് അല്ലെ? ഐ തിങ്ക് പല ആൾക്കാരും പാരീസിൽ കേൾക്കുമ്പോൾ ഫീ കൂടുതലായിരിക്കും എന്ന് വിചാരിക്കും. സോ ഇറ്റ്സ് ദി ഓപ്പോസിറ്റ്. നമ്മൾ മെയിൻ ആയിട്ട് പറയുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിന്റെ അക്രഡിറ്റേഷൻസും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് ഇതേ ലെവലിൽ ട്രിപ്പിൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്ക് മറ്റ് കൺട്രീസിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസിലേക്കാളും ഇരട്ടി ഫീസ് വരുന്നുണ്ട്. അതിപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും US ആണെങ്കിലും UK ആണെങ്കിലും ഏതൊരു മറ്റൊരു കൺട്രിയിൽ നമ്മൾ ഇതേ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസിൽ ഒരു കോഴ്സ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഫ്രാൻസിനേക്കാളും ഫീ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫ്രാൻസിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഐ തിങ്ക് സ്കോളർഷിപ്പും കാര്യങ്ങളും അങ്ങനെ കുറെ രീതിയിൽ ഐ തിങ്ക് യു യുവർസെൽഫ് ഫൈൻഡ് ഔട്ട് തിങ്സ് ആൻഡ് ഡു ഇറ്റ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് കുറെ ആൾക്കാർ കുറെ കാര്യങ്ങളിൽ അന്വേഷിക്കുന്നത്. നമ്മളിപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട് നമ്മൾ കുറെ അന്വേഷിച്ചിട്ട് ചെയ്യണം. സോ വാട്ട് വാസ് യുവർ ജേർണി? ഹൗ ഡു യു ഡു ഇറ്റ് ഓൾ ദാറ്റ് യുവർസെൽഫ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കയറി പോകുന്ന പിള്ളേരിൽ ഒരു 80% പുറത്തു പോവാ, എങ്ങനെയും പാർട്ട് ടൈം ജോബ് ചെയ്യാം, കുറച്ച് ഫണ്ട് ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശമാണ്. എന്നാൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാത്തിനും അപേക്ഷിച്ച് നല്ലൊരു യൂണിവേഴ്സിറ്റി മീൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കോഴ്സ് എടുക്കുക എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ ഫ്രാൻസിനെ കുറിച്ച് അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പോസ്റ്റ് ബാക്ക് നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. പോസ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 3 ഇയേഴ്സിന്റെ ബാച്ചിലേഴ്സ് നാട്ടിൽ ചെയ്തിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്റെ ഒരു കേസ് പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ EMLV 4th ഇയറിലാണ് എൻറോൾ ആയിരിക്കുന്നത്. ഞാനിപ്പോൾ കറന്റ് എന്റെ 7th സെമസ്റ്റർ 8th സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ സെപ്റ്റംബറിൽ 9th സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോസ്റ്റ് ബാക്ക് കോഴ്സുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം നമ്മൾ പഠിച്ചു വന്ന ഒരു സ്പെഷ്യലൈസേഷന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ നമ്മൾ മാസ്റ്റേഴ്സും കൂടെ ചെയ്യാണ്. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് EMLV കോളേജ് മുന്നോട്ട് വന്നത്. പോസ്റ്റ് ബാക്ക് കോഴ്സുകളിൽ അല്ലെങ്കിൽ കോഴ്സുകളുടെ റാങ്കിങ് നോക്കുമ്പോൾ ഫ്രാൻസിൽ തന്നെ 3rd റാങ്ക് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് EMLV. അതുപോലെ EMLV മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത് ഗ്രാൻഡ് അക്കോർഡ് എന്നാണ് പറയുക. നമ്മൾ ഈ കണ്ടിന്യൂവേഷൻ ആയിട്ട് 4th 5th ഇയർ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ. അപ്പൊ അതിന്റെ സിലബസും കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ നമുക്ക് സാധാരണ മാസ്റ്റേഴ്സ് പോലെയല്ല, നമുക്ക് ഒരു സെമ്മിൽ ഏകദേശം ഒരു 15-16ഓളം സബ്ജക്ട്സ് വരുന്നുണ്ട്. അത് പല ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ആണെങ്കിൽ പോലും ഫുൾ ആയിട്ട് തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും അല്ല, നമുക്ക് ഇന്റേൺഷിപ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള പ്രാക്ടിക്കൽ സെഷൻസും കാര്യങ്ങളും കോളേജിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള വർക്ക്ഷോപ്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടിയുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ആണ് EMLV MIM വരുന്നത്. അപ്പൊ നമുക്ക് ഒരു 7-8 റിട്ടേൺ എക്സാംസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ബാക്കി എല്ലാം കൂടെ ക്രോഡീകരിച്ച് വരുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ആണ് EMLV. അതുകൊണ്ടും കൂടിയാണ് മെയിൻ ആയിട്ട് EMLV ചൂസ് ചെയ്തത്. പിന്നെ ഫീസും കമ്പാരിറ്റീവ്ലി കുറവാണ്.
കാരണം EMLV ട്രിപ്പിൾ അക്രഡിറ്റ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മളിപ്പോൾ മറ്റേതെങ്കിലും കൺട്രി ട്രിപ്പിൾ അക്രഡിറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് 25-30 lakhs മുകളിലേക്ക് വരുന്നുണ്ട്. അതേസമയം നമുക്ക് EMLV-യിൽ നമുക്ക് 22 lakhs 2 വർഷത്തെ കോഴ്സ് യാതൊരു സ്കോളർഷിപ്പും ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ്. അപ്പോ EMLV ചൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ. അപ്പോ യു സെയ്ഡ് അബൌട്ട് സ്കോളർഷിപ്പ്, യു ഗോട്ട് സ്കോളർഷിപ്പ് ഐ ഗെസ്. അതെങ്ങനെയായിരുന്നു അത്? നമുക്കെന്ന് പറയുമ്പോൾ ഓരോ വർഷവും നമ്മുടെ യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങളിൽ മാറ്റം വരാറുണ്ട്. അതുപോലെ തന്നെ ഓരോ കൺട്രീസുമായിട്ടുള്ള ടൈപ്പിന് മാറ്റം വരാറുണ്ട്. അപ്പൊ അതനുസരിച്ച് അവർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അപ്പൊ നമുക്ക് ഓരോ വർഷങ്ങളിലും ഓരോ രീതിയിലുള്ള സ്കോളർഷിപ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്കോളർഷിപ്പ് ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ വന്ന സമയത്ത് അധികം ഫ്രാൻസിലേക്ക് സ്റ്റുഡൻസ് നോക്കി തുടങ്ങിയ ഒരു സമയമല്ല. കാരണം ഞാൻ വരുന്ന ഇന്ത്യയിലൊക്കെ ഏകദേശം ഞങ്ങൾ EMLV വരുമ്പോൾ EMLV-യിൽ മൊത്തം ഞങ്ങൾ ഒരു 5-6 ഇന്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ EMLV കോളേജിൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അടുത്ത ഇൻടേക്കിലേക്ക് എന്റെ ഒരു പരിചയത്തിൽ തന്നെ ഏകദേശം ഒരു 10-15 പിള്ളേർ EMLV-ലേക്ക് മാത്രം വരുന്നുണ്ട്. അപ്പൊ അത്ര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മാത്രമല്ല, നരേന്ദ്രമോദി വന്നിട്ട് ഫ്രാൻസുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്റ്റുഡൻസ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് അന്നത്തെ ആ മെറിറ്റ് ബേസ് ഉണ്ടായ സ്കോളർഷിപ്പ് ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല. ഇപ്പൊ EMLV-യിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഏർലി ബിഡ് സ്കോളർഷിപ്പ് ആണ്. ഏർലി ബിഡ് സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 3 months മുമ്പ് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി ബിഡ് സ്കോളർഷിപ്പ് ആയിട്ട് 2000 euros കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്നവർ, എസ്പെഷ്യലി ഫ്രാൻസിലേക്ക് വരുന്നവർക്ക് സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാമ്പസ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. നമുക്ക് കൊച്ചിയിൽ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ക്യാമ്പസ് ഫ്രാൻസിന്റെ. ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോളേജുകളെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സ്കോളർഷിപ്സ് കാര്യങ്ങളെല്ലാം ക്യാമ്പസ് ഫ്രാൻസിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള സ്റ്റേ ബാക്കിന്റെ കാര്യങ്ങൾ, ബാക്കി എല്ലാ പ്രോസസും കാര്യങ്ങളും ക്യാമ്പസ് ഫ്രാൻസിന്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും. അപ്പൊ സ്കോളർഷിപ്പ് നോക്കുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് ഫ്രാൻസിന്റെ വെബ്സൈറ്റിൽ കയറുക. അതിന്റെ അകത്ത് തന്നെ സ്കോളർഷിപ്പിന്റെ ഒരു പ്രത്യേക ഒരു പോർട്ടൽ തന്നെയുണ്ട്. അപ്പൊ ക്യാമ്പസ് ഫ്രാൻസിന്റെ വെബ്സൈറ്റ് വഴിയായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം കോളേജുകൾ അനുസരിച്ച് സ്കോളർഷിപ്പിന് മാറ്റം വരാം. നമുക്ക് കോമൺ ആയിട്ട് ഫ്രാൻസിലേക്ക് വരുമ്പോൾ സ്റ്റുഡൻസിന് കിട്ടുന്ന സ്കോളർഷിപ്പ് വളരെ കുറവാണ്. കാരണം ബാക്കി യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനാണ് കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും വരും കാലങ്ങളിൽ കൂടുതൽ സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ഫേവറേറ്റ് കൺട്രി ആയിട്ട് വരുന്നുണ്ട് ഫ്രാൻസ്. അങ്ങനെയാണ് സ്കോളർഷിപ്പിന്റെ കാര്യം. അത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത്? എങ്ങനെയാണ് കണ്ടെത്തിയത്? നമുക്ക് EMLV തന്നെ നമ്മൾ റാങ്കിങ് അനുസരിച്ചായിരുന്നു കോളേജുകൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ HEC പാരീസ് ഉണ്ട്, 1-2 കോളേജുകളുണ്ട്. പിന്നെ നമ്മുടെ ആക്സസ് നമുക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം. കാരണം നമുക്ക് ഇപ്പൊ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയാണ്, നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും ഫ്രാൻസിൽ വരാം, കുഴപ്പമില്ല. പക്ഷെ എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ IELTS ആവശ്യമുണ്ട്. ഫ്രാൻസിലേക്ക് പോകാൻ IELTS ആവശ്യമില്ല, എന്നാൽ ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞ ശേഷം IELTS ആവശ്യമുണ്ട്. ഇപ്പൊ EMLV ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 year കഴിഞ്ഞിട്ട് നമുക്ക് PG സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ B2 ലെവൽ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ IELTS കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ TOEIC കംപ്ലീറ്റ് ചെയ്യണം. TOEIC ആണെങ്കിൽ 775 മുകളിൽ നമ്മൾ സ്കോർ ചെയ്യണം. IELTS 6.5 ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രാൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് IELTS ആവശ്യമില്ല, എന്നാൽ ഫ്രാൻസിൽ വന്ന് PG കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IELTS ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഫ്രാൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. നമുക്ക് ഫ്രഞ്ച് ബേസിക്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു PR എന്ന രീതിയിലൊക്കെ ഫ്രാൻസ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം പാരീസ് ഇത്ര വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പോലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു ബോർഡുകളോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ കയറി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഒരു അനൗൺസ്മെന്റ് പോലും കേൾക്കാൻ പറ്റില്ല. അപ്പൊ അത്രമാത്രം ഫ്രഞ്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് ഫ്രാൻസ്. അപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു PR എന്ന രീതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി ആണെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ഇങ്ങോട്ടുള്ള വരവെന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫിൻലൻഡിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏപ്രിൽ കോഴ്സ് കഴിഞ്ഞു. ഞാൻ ഓഗസ്റ്റ് തന്നെ ഇങ്ങോട്ട് കയറി പോന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഞ്ചിന്റെ ബേസിക് ഒന്നും തന്നെ അറിയാനാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ നമുക്ക് ഇവിടെ വന്ന് EMLV-യിൽ നിന്ന് നമുക്ക് ഫ്രഞ്ച് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ കോളേജിൽ നിന്ന്. അപ്പൊ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കി വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും അത്യാവശ്യം ഒന്ന് പിടിച്ചേക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ തന്നെ പഠിച്ചെടുക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു, ലൈക് മൂവിംഗ് ടു എന്തായാലും പുറത്ത് പഠിക്കുന്നതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ലൈക് പുറത്തേക്ക് മൂവ് ചെയ്യാണ്, പുതിയ കൺട്രിയാണ്, പുതിയ കൾച്ചറാണ്. നമുക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് തന്നെയായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് അന്വേഷിച്ചപ്പോൾ തന്നെ ഫ്രഞ്ച് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് എന്നൊരു കാര്യം അറിഞ്ഞിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഒരു 1 month എന്ന് പറയുന്ന ഞാൻ പറയും നല്ല രീതിയിൽ കഷ്ടപ്പാടായിരുന്നു. അപ്പൊ എനിക്ക് നാട്ടിൽ നിന്ന് നമ്മൾ വേറെ കൺട്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അവിടെ പോയി എല്ലാം ഓക്കെ ആവും. എന്നാൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ കോളേജിലേക്ക് വന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്ന കാര്യങ്ങൾ. ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ചധികം ലീഗൽ പേപ്പേഴ്സും കാര്യങ്ങളും നമ്മൾ ഓക്കെ ആക്കേണ്ടതുണ്ട് നമുക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ എല്ലാം കൂടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ വേറൊരു ഏറ്റവും വലിയ പ്രശ്നം ഫുഡ് തന്നെയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ
നമുക്ക് ഇവിടുത്തെ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസ് കുറേയും കൂടെ ഒക്കെ ഇന്ത്യൻ ഫുഡിന് പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശ്രീലങ്കൻസും തമിഴ് ആൾക്കാരൊക്കെ ഫ്രാൻസിലുണ്ട്, പോണ്ടിച്ചേരി എന്നൊക്കെ ഒന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇന്ത്യൻ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എടുക്കാനുള്ള ഒരു ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മാത്രമല്ല ഇപ്പം വരുന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ വരുന്ന സമയത്ത് അത്രയും ബുദ്ധിമുട്ട് കാര്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാ കോളേജുകളും തന്നെ മലയാളീസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. അപ്പം കണക്ട് ആകാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോ നാട്ടിൽ നിന്ന് നമ്മളൊരു ഏജൻസി വഴിയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാ കാര്യങ്ങളും 100% പറഞ്ഞു തരുന്നില്ല. ഇപ്പോ നമുക്കിപ്പോ ബേസിക് ആയിട്ട് ഇപ്പൊ ഫ്രാൻസിലേക്ക് വരുന്ന പിള്ളേരോട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ കാനഡയോ UK പോലെ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റഡീസ് ഐഡി കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൺട്രി അല്ല ഫ്രാൻസ്. അതുപോലെ ഒരു PR ഓറിയന്റഡ് ആയിട്ട് കാനഡയ്ക്ക് പോകുന്നത് പോലെ വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഫ്രാൻസ്. കാരണം എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഫ്രഞ്ച് ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ലോങ് ആയിട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈസൻസിനാണെങ്കിലും ഒരു ലീഗൽ പേപ്പേഴ്സ് എന്തിന് പോയി കഴിഞ്ഞാൽ ഒരു ഓഫീസിലും ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുണ്ടാവും നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇവിടെ ലോങ് ആയിട്ട് ഒരു ലോങ് സ്റ്റേ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതല്ല, നല്ലൊരു കോഴ്സ് നല്ലൊരു കോളേജിൽ പഠിക്കുക, ഫ്രാൻസ് കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുക, അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഞാനാണെങ്കിൽ പോലും ഞാൻ ആസ് സോൺ ആസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യണം എന്നൊരു മൈൻഡ് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എന്താ പറയുക, ഭയങ്കര ക്രൗഡഡ് ആണ് പാരീസ്, അറിയാലോ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, നല്ല രീതിയിൽ ക്രൗഡഡ് ആണ്. നമ്മൾ ഈ പുറമെ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നീറ്റും കാര്യങ്ങളും വലിയ നീറ്റ്നെസ് ഒന്നും ഇല്ല, ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരുപാട് സ്ട്രൈക്സും കാര്യങ്ങളും നടക്കാറുണ്ട്, എല്ലാവരും കാണുന്നുണ്ടല്ലോ വാർത്തയിലൊക്കെ ആയിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്കിവിടെ ഫേസ് ചെയ്യുന്ന വേറെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിനേക്കാളും കുറച്ചും കൂടെ ഹെക്ടിക് ആണ് ടൈം ടേബിൾ. നമ്മുടെ EMLVന്റെ കാര്യം പറയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 8:15 ടു നൈറ്റ് 8:15 വരെ തന്നെ ക്ലാസ് വരുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും. ചില ദിവസങ്ങളിൽ അത് 6:30 തീരും. എന്നാൽ ഒരു 8:15 ടു നൈറ്റ് 8:15 ഒരു സ്പാനിന്റെ ഉള്ളിൽ എപ്പോൾ വേണം ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനും ചെയ്യാനും ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഉറക്കത്തെയും ഫുഡിനെയും എല്ലാ രീതിയിലും ബാധിക്കും വരുന്ന ഒരു സമയത്ത്. അപ്പൊ അതാണ് EMLVന്റെ കേസ്. അതോടൊപ്പം തന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് ഫ്രാൻസിലെ വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് ഒരുപാട് ലോക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒരുപാട് ലോക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഫ്രാൻസിൽ. ഇപ്പൊ കോളേജ് ഡെ പാരി, അതുപോലെ BSBI പോലുള്ള ഒരുപാട് ലോക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ ആഴ്ച 2 ദിവസമേ ക്ലാസ് വരുന്നുള്ളൂ. അതേസമയം അപ്പോൾ 5 ഡേയ്സ് പാർട്ട് ടൈം എടുക്കാൻ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റിന് വാല്യൂ എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പൊ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ഫ്രാൻസിലേക്ക് ഇപ്പൊ എങ്ങോട്ടാണെങ്കിലും അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവര് നമുക്ക് ബേസിക്കലി ഇന്റർനെറ്റ് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജിനെ കുറിച്ചും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇൻ കേസ് ലിങ്ക്ഡിനിൽ കയറി നോക്കി കഴിഞ്ഞാൽ കോളേജിൽ എവിടെയെങ്കിലും ഒരു അൽമിനി ഉണ്ടാവും, ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ മാക്സിമം ആ കോളേജിനെ കുറിച്ച് അറിയാം. അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പസ് ഫ്രാൻസിന്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വെച്ച് അവർക്ക് മെയിൽ ചെയ്യാം, യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അന്വേഷിക്കാം. അപ്പോൾ മാക്സിമം ഇങ്ങോട്ട് കയറി വരുമ്പം നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു കോഴ്സ് എടുക്കുന്നുണ്ടെന്ന് കാര്യം ഉറപ്പുവരുത്തുക. കാരണം ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ വന്ന് ഏതെങ്കിലും ലോക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് എടുക്കും, പിന്നെ 1 ഇയർ പഠിക്കും, 1 ഇയറിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യും, വീണ്ടും വിസ എക്സ്റ്റൻഷന്റെ സമയമായി കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കോഴ്സും കൂടി എടുക്കും, വീണ്ടും 1 വർഷം എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ 4, 5, 6 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാനിവിടെ ഒന്നിനു ശേഷം കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്ത് കരിയർ ഗ്രോത്ത് ആണ് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അച്ചീവ്മെന്റ് നമുക്കൊന്നും ഒരു ഉറപ്പില്ല. കാരണം ഈ തൽക്കാലത്തേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ, അതേസമയം നമുക്ക് നല്ലൊരു യൂണിവേഴ്സ് നല്ലൊരു കോഴ്സ് പഠിച്ചിറങ്ങുകയെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് മൊത്തമായിട്ടുണ്ട്. നമുക്കറിയാം ഷെങ്കൻ വിസയാണ് ഫ്രാൻസിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. ഷെങ്കൻ എന്ന് പറയുമ്പോൾ 26 കൺട്രീസ് വരുന്നുണ്ട്. നമുക്ക് 26 കൺട്രീസിലും നമുക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയതുകൊണ്ട് തന്നെ. എന്നാൽ നമുക്ക് ഏത് കൺട്രിയിൽ വേണമെങ്കിലും 3 months വരെ പോയിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 3 months സമയം കൊണ്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അവിടെ ജോബിന്റെ കാര്യങ്ങൾ നോക്കാം, നമുക്ക് അവിടെ ജോബ് ഓഫർ കിട്ടാന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫ്രാൻസിലേക്ക് വരുന്നവർ ബേസിക് ആയിട്ട് കൃത്യമായിട്ട് അന്വേഷിക്കുക യൂണിവേഴ്സിറ്റിനെ കുറിച്ച്. കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ എനിക്ക് മിക്കപ്പോഴും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, ഈ യൂണിവേഴ്സിറ്റി കൊള്ളാവോ എന്ന രീതിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ക്യാമ്പസ് ഫ്രാൻസിന്റെ വെബ്സൈറ്റ് തന്നെയായിരിക്കും. So how was so you told about the journey, പിന്നെ പാരീസിലേക്ക് വന്ന സ്റ്റുഡൻസ് ഉണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അബൌട്ട് യുവർ കോഴ്സ്, അപ്പം കുറെ ആൾക്കാര് മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ കൊമേഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഈവൻ BBA തന്നെ, BBA കഴിഞ്ഞിട്ട് കുറെ കുട്ടികളുണ്ട്. ഇപ്പം BBA ആയിക്കോട്ടെ, റിലേറ്റഡ് കോഴ്സ് ആയിക്കോട്ടെ. സോ അബൌട്ട് ദാറ്റ് കോഴ്സ്, ഇപ്പൊ കുറെ പിള്ളേര് BBA എടുത്ത് ആദ്യം BBA എടുത്ത് ദെൻ ബോർഡ് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഐ തിങ്ക് യു ഫിനിഷ് യുവർ BBA ഹോണേഴ്സ് അറ്റ് ജോസഫ് കോളേജ് ദേവഗിരി, ദെൻ യു ഗോ ഫോർ യുവർ മാസ്റ്റേഴ്സ്. അപ്പൊ അബൌട്ട് ദ കോഴ്സ് എങ്ങനെയാണ് ആൻഡ് ദ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ? കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ് ആണ്. ആർക്കും അധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കില്ല MIM. എല്ലാവർക്കും MBA ആയിരിക്കും അറിയാവുന്നത്. MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ ഇത് മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ്. അതെ, MIM എന്ന് പറയുന്നത് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ല. അതേസമയം യൂറോപ്പിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോഴ്സ് ആണ്.
അതാണ് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് ബാക്ക് രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ 3 ഇയേഴ്സ് നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 4th ഇയർ ആണ് എൻറോൾ ചെയ്യുന്നത്. സെമസ്റ്റർ 7ൽ എൻറോൾ ചെയ്യുന്നു. പിന്നെ 4 സെമസ്റ്റർ നമുക്ക് മാസ്റ്റേഴ്സ് പോലെ തന്നെയാണ് വരുന്നത്. കോഴ്സിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു സെമസ്റ്ററിൽ ഏകദേശം 15 മുതൽ 18 വരെ വിഷയങ്ങൾ വരുന്നുണ്ട് ഒരു സെമസ്റ്ററിൽ. അതിലൊരു 6-7 എണ്ണം നമുക്ക് റിട്ടേൺ എക്സാം ആയിരിക്കും. പിന്നെ 1-2 എണ്ണം പ്രസന്റേഷൻസ്, അതുപോലെ തന്നെ വൈവ രീതിയിലായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരുന്നത്. നമുക്ക് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 ഇയേഴ്സ് ആണ് വരുന്നത്. എന്നാൽ 2 ഇയേഴ്സിൽ തന്നെ ഫസ്റ്റ് ഇയറിൽ 6 മന്ത്സ് ക്ലാസ് വരും. 6 മന്ത്സ് ക്ലാസ്സിന് ശേഷം 6 മന്ത്സ് ഇന്റേൺഷിപ്പ് ആണ്. ഇപ്പൊ കറന്റ് ഞാൻ ഫസ്റ്റ് ഇയർ 6 മന്ത്സിന്റെ കോഴ്സ് കഴിഞ്ഞ് എക്സാംസ് എല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്തു. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം സെപ്റ്റംബറിൽ എന്റെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് ഇയർ ഏകദേശം ഒരു 4 മന്ത്സേ വരുന്നുള്ളൂ. 4 മന്ത്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫൈനൽ പേപ്പർ തീസിസ് പ്രസന്റേഷൻ ആണ് വരുന്നത്. അതിനുശേഷം 8 മന്ത്സിന്റെ ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു 2 ഇയർ പ്രോഗ്രാം വിഷയുടെ ചെയ്തിരിക്കുന്നത്. പിന്നെ പഠിക്കുന്നതിന്റെ സിലബസിനെ കുറിച്ച് പറയണോ? സിലബസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിൽ നിന്ന് കവർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട അതിപ്പോ കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാ രീതിയിലുമുള്ള രീതിയിൽ കോഴ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. അതിനെ കുറിച്ചുകൂടെ പറയാൻ അല്ലേ? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് സിസ്റ്റം ആണ് മാർക്കിന്റെ കേസ് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് സിസ്റ്റം ഈസി ആയിട്ട് ഞാൻ നാട്ടിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ സയൻസ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് 3 വിഷയങ്ങളുണ്ട്. ഇത് 3 വിഷയങ്ങൾ നമ്മൾ ഹൈസ്കൂളിൽ സയൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ പർട്ടിക്കുലർലി ഇത്ര പോയിന്റ് മേടിച്ചാൽ മതി. നമ്മുടെ ഇവിടെ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ 20ൽ 10 പാസ്സാൻ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും കൂടെ കൂട്ടി 10 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സയൻസ് എന്ന ഗ്രൂപ്പ് പാസ്സാവും. അപ്പൊ ആ രീതിയിൽ ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിലാണ് ഇവിടെ പോകുന്നത്. ലൈക്ക് ഇന്റർനാഷണൽ മൈക്രോ എക്കണോമിക്സ്, അത് എക്കണോമിക്സിന്റെ പേപ്പേഴ്സ് ആയിരിക്കും. അത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ ആയിരിക്കും വരുന്നത്. പിന്നെ HR-ന്റെ ഒരു പേപ്പർ വരുന്നുണ്ടാവും, ഇന്റർനാഷണൽ ബിസിനസ് വരുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിലെല്ലാം സബ് പേപ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് മേടിക്കുക, ക്ലിയർ ആവുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ കോഴ്സിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്ക് എത്ര അവേഴ്സ് വരുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഏകദേശം 120 ECT പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ മാസ്റ്റേഴ്സ് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോ നമ്മളിവിടെ പല ലോക്കൽ യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് 120 ECTS വരുന്നില്ല. അതാണ് മെയിൻ ആയിട്ടൊരു പ്രശ്നം. അപ്പൊ നമുക്ക് 120 ECTS പോയിന്റ്സ് 2 ഇയേഴ്സ് കൊണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാസ്റ്റേഴ്സ് ക്ലിയർ ആവത്തുള്ളൂ. അപ്പൊ അത്രയാണ് കോഴ്സിന്റെ കാര്യങ്ങൾ. പിന്നെ കോളേജിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, മീൻസ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം അല്ല, എൻറ്റയർലി ബിസിനസ് സ്കൂളാണ്. അപ്പം കാര്യങ്ങൾ കുറച്ച് ഹെക്ടിക് ആണ്. കൾച്ചറും അതുപോലെ അവിടെ പുതിയൊരു കോളേജിലേക്ക് പോയി ഇട്ടുകൊണ്ട് ഒരു ഹെക്ടിക് ഷെഡ്യൂൾ ആയിരുന്നു. ഐ തിങ്ക് യു പാർട്ട് ടൈം ജോബ് ചെയ്തായിരുന്നു. ഞാൻ പാർട്ട് ടൈം ചെയ്തിരുന്നു. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്തേ ഹെക്ടിക് ഷെഡ്യൂളും അതേപോലെ പാർട്ട് ടൈം? അത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നിട്ട് ഒരു ഫസ്റ്റ് 3-4 മന്ത്സ് നല്ല ടാസ്ക് ആയിരുന്നു കാര്യങ്ങൾ. കാരണം ഞാനിവിടെ ഒരു കഫേയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ട് ടൈം ആയിട്ട്. അപ്പൊ നമുക്ക് രാവിലെ വൈകുന്നേരം ഒരു ക്ലാസ്സിന് ശേഷം വർക്കിന് പോകണം. വർക്ക് കഴിഞ്ഞ് നൈറ്റ് 12-12:30 തിരിച്ചെത്തുമ്പോൾ അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് വീണ്ടും ക്ലാസ്സിന് പോകണം. കുറച്ച് ടാസ്ക് ആയിരുന്നു കാര്യങ്ങൾ. പക്ഷെ നമുക്ക് എന്നാലും മനസ്സിലൊരു സാധനമുണ്ട്, മീൻസ് 6 മന്ത്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിലേക്ക് പോകും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്ക് മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 100% എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. പിന്നെ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് പോലെ തന്നെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാനല്ലേ? ഇപ്പോ നാട്ടില് ഞാനിപ്പോ ഇവിടെ പാരീസിൽ നടക്കുന്നതാണല്ലോ. അപ്പൊ ഒളിമ്പിക്സിന്റെ ക്യാമ്പിൽ ഇപ്പോ ഗെയിം സർവീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ അതെ ഞാനിപ്പോ നാട്ടിൽ നിന്ന് വന്നപ്പോ തന്നെ അന്വേഷിച്ചിരുന്നു ഒളിമ്പിക്സിൽ വോളണ്ടിയേഴ്സിന് എന്തെങ്കിലും എടുക്കുന്ന രീതിയിൽ. അപ്പൊ അതിന്റെ ഒന്നും കാര്യങ്ങളും കണ്ടില്ല. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഒരു സെലക്ഷൻ പ്രോസസ് ഒരു ലിങ്ക് കണ്ടു, അങ്ങനെ രജിസ്റ്റർ ചെയ്തു. 1-2 കടമകൾ ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് ടീമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കൂടെ ഇന്റേൺഷിപ്പും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കോളേജിലേക്ക് ഇന്റേൺഷിപ്പ് ആവശ്യമുണ്ട്. ഒളിമ്പിക്സിന്റെ വർക്ക് ഇന്റേൺഷിപ്പ് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. I think I got the right person to ask about Paris and France. കാരണം ഇന്റേൺഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ സ്കോളർഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ you made it by yourself അല്ലെ? കുറെ കാര്യങ്ങൾ അന്വേഷിച്ചു, പുതിയൊരു കൺട്രി പോയി and you chose the right എല്ലാം. So glad you are here. അപ്പോ ഒളിമ്പിക്സിനെ കുറിച്ച് പറഞ്ഞു. How was the internship going? ഇന്റേൺഷിപ്പ് നമ്മള് ഷെഡ്യൂൾ കാരണമാണ് നമ്മൾ സാറ്റർഡേയിലേക്ക് വെച്ചത്. സോ ഹൗ വാസ് ഇറ്റ്? ഹൗ വാസ് ദി വർക്ക്? ഞാൻ പറഞ്ഞത് ഇന്റേൺഷിപ്പ് നാട്ടിൽ നിന്നാണ് ചെയ്യുന്നത്, ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വീക്കെൻഡ്സിൽ അതിന്റെ കുറച്ച് പേപ്പേഴ്സ് കാരണം ക്ലിയർ ചെയ്ത് വിട്ടാൽ മതി. മെയിൻ ആയിട്ട് ഒളിമ്പിക്സ് ആണ്, മൺഡേ ടു ഫ്രൈഡേ അവിടെ ഒളിമ്പിക്സ് ക്യാമ്പിലാണ് വർക്ക്. നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതിന്റെ പ്രീ പ്രിപ്പറേഷൻസ് കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 26 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ സാറ്റർഡേ വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഹെക്ടിക്കായിട്ട് വരുന്നുണ്ട്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നാണ് സാറ്റർഡേ വർക്ക്. അങ്ങനെ നമ്മള് 8:30 സെഷൻ
അപ്പൊ നമ്മളിപ്പോ പാരീസ് ഒളിമ്പിക്സ് വരെയാണ്. അപ്പൊ ഇതൊക്കെ അവിടുത്തെ ഒരു സ്റ്റുഡന്റിനെ എങ്ങനെ ലൈക്ക് ബാധിക്കും? അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോ നമ്മുടെ ഇവിടെ തന്നെ വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒളിമ്പിക്സിന് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം നമ്മളത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുമ്പോഴേ 24 ഒളിമ്പിക്സ് വരുന്നുണ്ട് പാരീസിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്നോട്ട് ഒളിമ്പിക് കമ്മിറ്റി ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പാരീസ് 2024 എന്നാണ് ഒളിമ്പിക്സിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റുഡൻസിന് വേണ്ടി അവർ ബ്രോഡ്കാസ്റ്റിംഗ് ടീമിലേക്ക് എടുക്കുന്നുണ്ട്, ഗെയിം സർവീസ് ടീമിലേക്ക് കണ്ട് മെസ്സേജ്. അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അറിയാണ്ട് പോകുന്നുണ്ട് ഇവിടെ. അപ്പൊ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുക എന്ന് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തതനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും അത്. ഓക്കെ. അപ്പൊ അവിടേക്ക് നിങ്ങൾ പറഞ്ഞു കുറെ ഓപ്പർച്യൂണിറ്റീസ്. അതേപോലെ EMLB ബിസിനസ് സ്കൂളിന്റെ കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ലേ? വിത്ത് യുവർ സ്റ്റഡീസ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ലേ? അതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ അധികം വന്നു തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ EMLB ഒന്നും എല്ലാ രീതിയിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല നിലവിൽ. ഇപ്പോഴും ഫ്രഞ്ച് സ്റ്റുഡൻസ് തന്നെയാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, ഫ്രഞ്ച് സ്റ്റുഡൻസ് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിനാണെങ്കിൽ പോലും നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫ്രഞ്ച് അറിയാത്തത് കൊണ്ട് കോളേജിൽ നിന്ന് ഇന്റേൺഷിപ്പ് കിട്ടുന്നില്ല ഉള്ള ഒരു ഓപ്പണായിട്ട് പറയാലോ. കാരണം വരുന്ന സ്റ്റുഡൻസ് എല്ലാം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രഞ്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ മീൻസ് ഇവര് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലണ്ടൻ ലാംഗ്വേജ് ആയിട്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് കാണുന്ന ഒരാൾക്കാരാണ് ഫ്രാൻസിലുള്ളത്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, ഇവരുടേതായിട്ട് കൾച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഇവർ ഇംഗ്ലീഷ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രഞ്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോളേജിന്റെ ഒരു കേസ് പറയാൻ വേണ്ടിയാണെങ്കിൽ സ്റ്റഡീസും കാര്യങ്ങളെല്ലാം ഓക്കെ, ഒരു ഇഷ്യൂ ഇല്ല. നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാം നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്നാലും ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഒരു ക്ലബിന്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ കോളേജ് പ്രോഗ്രാം ആണെങ്കിൽ, കോളേജ് ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും നമുക്ക് ഫ്രഞ്ച് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് കോളേജിന്റെ രീതി. അതേസമയം നമുക്ക് പുറത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. അപ്പൊ ബാച്ചിലർ മൂവ് ചെയ്തു, സ്കോളർഷിപ്പ് നമ്മൾ സംസാരിച്ചു, EMLB നമ്മൾ സംസാരിച്ചു. ഓക്കെ. ഇനി ചോദിക്കുന്നത്, ഒരു പാരീസ് എങ്ങനെ ഒരു സ്റ്റുഡന്റിന്, ഇന്റർനാഷണൽ സ്റ്റുഡന്റിന് ഹെൽപ്ഫുൾ ആവും? ലൈക്ക് ദാറ്റ് ലൊക്കേഷൻസ്. ഫ്രാൻസ് നമുക്കറിയാം, ഫ്രാൻസിൽ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ പാരീസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. ടു വൺ പോയിന്റ് ഒരു അനദർ, ടു വിസിറ്റ് ആണെങ്കിലും സെറ്റിൽമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ പഠിക്കാനാണെങ്കിലും. സോ ആ ഒരു പ്ലേസിന് സ്പെസിഫിക് നിങ്ങളുടെ കോഴ്സ് പറഞ്ഞു. അതേപോലെ പ്ലേസ് ഒരു മേജർ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റുഡന്റിന് ലൈഫിൽ ലൈക്ക് ഇമ്പാക്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാവുക? നമുക്കിപ്പോ ഒരു സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. ഒരുപാട് കമ്പനികളുടെ എക്സ്പോസും പല രീതിയിലുള്ള പ്രോഗ്രാംസ് പാരീസിൽ പല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം പോയി വിസിറ്റ് ചെയ്യുക, അതിന്റെ എല്ലാം മാക്സിമം ഗ്രാബ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതിനൊരു ഏറ്റവും വലിയ ഇതാണ് കാഫ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ. കാഫ് എന്നാണ് പറയുക. നമുക്കിപ്പോ മാസം നമ്മൾ അടയ്ക്കുന്ന റെന്റിന്റെ ഒരു 40% 30% നമുക്ക് ഗവൺമെന്റ് റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട്. അത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. ലൈക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ലിങ്കിൽ നിന്നാണ് നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അത്യാവശ്യം കുറച്ച് വേണ്ട ഈറ്റബിൾ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ പല ഓർഗനൈസേഷൻസും, സ്റ്റുഡന്റ് ഹെൽപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, അങ്ങനെ പല ഓർഗനൈസേഷൻസ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പല സപ്പോർട്ട് വരുന്നുണ്ട്. അതല്ലാണ്ട് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്ന കയ്യിൽ ഷെങ്കൻ വിസ തന്നെയാണ്. നമുക്കിപ്പോ ഇവിടുന്ന് ഒരു നാട്ടിൽ ഒരു 3000 രൂപ കൊടുത്ത് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനി പോയിട്ട് വരാം, ഒരു 2 ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആക്സസ് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ഷെങ്കൻ വിസ തന്നെയാണ്. നമുക്ക് ലിങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് ആംസ്റ്റർഡാമിലാണ്. നമുക്ക് ഒരു 1 നൈറ്റും കൊണ്ട് അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ നമ്മൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നു നമ്മുടെ ജോബ് നോക്കുന്നു, നമ്മുടെ ജോബ് നോക്കി നമുക്ക് റൂമിൽ ആ ഒരു രീതി നമുക്ക് പോവാം. അതെല്ലാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യുന്നതോറും ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കും. പല രീതിയിലുള്ള വർക്ക്ഷോപ്സും കാര്യങ്ങളും എല്ലാം ഫ്രഞ്ച് ഗവൺമെന്റ് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഗവൺമെന്റിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പല രീതിയിൽ നമുക്ക് ഫ്രഞ്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ എങ്ങനെ ഗ്രാബ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പൊ എന്റെ ഒരു കേസ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് ഒരാൾ. ആളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ്, നാട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ആൾ ഇവിടെ ചെറിയ രീതിയിൽ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളായിട്ട് ഒരുപാട് ക്ലയൻസിനെ പുള്ളി കിട്ടുന്നുണ്ട്. കാരണം ഈഫൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ പുള്ളി ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏതൊരു ഫീൽഡിലുള്ള ഒരാൾക്കും ഇവിടെ, അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ ഒരു മോഡലിംഗ് രീതിയിലൊക്കെ പോകുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ എല്ലാ വീക്കും തന്നെ ഇവിടെ മോഡലിംഗ് ഓഡിഷൻസ് ഉണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അതിനെല്ലാം പോവുക. അത് എങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും നമുക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ഏത് കൺട്രി ആണെങ്കിലും നമുക്ക് നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതെല്ലാം മാറി മാക്സിമം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, പല സ്റ്റുഡൻസ് ഇവിടെ വന്നതിന് ശേഷം കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ജോബ്, തൽക്കാലത്തേക്ക് ഓക്കെയാണ്, പക്ഷേ ഒരു ലോങ് ടൈം ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കരിയറിൽ യാതൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കരിയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആക്കാം,
ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് പോലെ തന്നെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് നമുക്കറിയാം നാട്ടിലെ പോലെ ഇവിടെ സ്പൂൺ ഫീഡ് ചെയ്യാൻ നമുക്ക് ആരും വരില്ല. ടീച്ചേഴ്സ് ആണെങ്കിലും വേണമെങ്കിൽ വന്നാൽ മതി സിസ്റ്റമാണ് കോളേജിലൊക്കെ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് കോളേജിൽ പോവുക, കൃത്യമായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് നാട്ടിലെ പോലെ അധികം ലീവ് എടുത്ത് ഇരിക്കാനുള്ള സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ EMLV-യിൽ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പല കോഴ്സുകളും ചിലപ്പോൾ 4 hours 3 hours ഒക്കെ ഉണ്ടാവുള്ളൂ. പലരും വിസിറ്റിംഗ് പ്രൊഫസേഴ്സ് ആണ്. അപ്പൊ ചിലപ്പോൾ ഒരു 3-4 ദിവസത്തെ ഒരു അവേഴ്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ലീവ് എടുക്കുന്ന അനുസരിച്ച് നമ്മളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രാൻസിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. Okay, so when you reach your France ഒരു ഡെസ്റ്റിനേഷൻ ടു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അവിടെ എത്തിയിട്ട് കുറെ ട്രാവൽ ഒക്കെ ചെയ്തായിരുന്നു, ലൈക്ക് ടൈം മാനേജ് ചെയ്തായിരുന്നു, കറങ്ങി. നമുക്കിവിടെ ഒരു ട്രാവലിന്റെ ഇഷ്യൂ പറയാൻ വേണ്ടിയാണെങ്കിൽ ഒരു ട്രാവൽ കാർഡ് വരുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അത് 40 euros ആണ് ട്രാവൽ കാർഡ് വരുന്നത്. നമ്മുടെ പാരീസ് 5 സോൺ ആയിട്ടാണ് വരുന്നത്, Zone 1 to 5. അപ്പൊ നമുക്ക് ഈ സ്റ്റുഡന്റ് കാർഡ് സോൺ 5 സോണുകൾ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറത്തേക്ക് ഫ്രാൻസിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഫ്രാൻസിന്റെ സ്റ്റഡീസിന്റെ കാര്യം പറയുമ്പോൾ പാരീസ് പോലെ തന്നെ നല്ല ടൗൺ ആണ് ലിയോണും മാർസേലും ഒക്കെ. അതേസമയം അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഫ്രഞ്ചിനുള്ള ഇമ്പോർട്ടൻസ് കൂടും എന്നതേ വരുന്നുള്ളൂ. കാരണം പാരീസിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് ഇത്രയും കാണാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ കമ്പാരിറ്റീവ്ലി ചിന്തിക്കാൻ പറ്റുന്നത്. ഫ്രഞ്ച് ഇല്ലാണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അതേപോലെ ഞങ്ങൾ പറഞ്ഞു അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്. അപ്പൊ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ, ലൈക്ക് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, മോഡലിംഗ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ അത് യൂട്ടിലൈസ് ആവും. മോർ ദാൻ നമ്മൾ അവിടെ പോയിട്ട് ഒരു പാർട്ട് ടൈം ജോബ്, സ്പെസിഫിക് പാർട്ട് ടൈം ജോബ് കണ്ടതിനേക്കാളും നല്ലത് നമ്മൾ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തിട്ട്, ലൈക്ക് ഇംപ്രൂവ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ചെയ്തായിരിക്കും. അതെ, നമുക്കിപ്പോ നാട്ടിൽ നിന്ന് എന്ത് പഠിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ പാർട്ട് ടൈം ജോബിന്റെ കേസ് പറയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഈ ലാംഗ്വേജ് പാർട്ട് ടൈം ജോബിൽ ഒരു പ്രശ്നമാണ്. നമുക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാവുന്ന സ്റ്റുഡൻസിനെ ആയിരിക്കും പല സ്ഥലങ്ങളും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്നാൽ പോലും മക്ഡൊണാൾഡ്സ്, KFC, ഫൈവ് ഗൈസ് പോലുള്ള കൂടുതലും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിലാണ് ഇവിടെയുള്ള സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെയർ ഹൗസുകൾ. അപ്പൊ നമുക്കല്ലാതെ ഒരു കരിയർ നോക്കുന്നുണ്ടെങ്കിൽ സ്റ്റഡീസിന്റെ കൂടെ ഇപ്പോൾ മുർഷിദ് പറഞ്ഞ പോലെ ഒരു മോഡലിംഗ് ആണെങ്കിൽ ഫോട്ടോഗ്രാഫി ആണല്ലോ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞു Monday to Friday ഹെക്ടിക് ക്ലാസ് വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കാനഡയിലെ UK-ലൊക്കെ ഉള്ള ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ചിലപ്പോൾ 2 ദിവസമേ ക്ലാസ് ഉള്ളൂ, ബാക്കി 5 ദിവസം പാർട്ട് ടൈമിനുള്ള ഓപ്ഷൻ ഉണ്ടെന്നായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 5 ദിവസം ക്ലാസ് ഉണ്ട്, ബാക്കി ഒരു സാറ്റർഡേ സൺഡേ ആണ് നമുക്ക് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം മാത്രം ഉണ്ടാവും. പക്ഷെ എല്ലാത്തിന്റെയും മുകളിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബാരിയർ കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ഫീൽഡ് ആണെങ്കിൽ പോലും ഫ്രാൻസിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. ലാംഗ്വേജ് ഏതൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫ്രഞ്ച് ലാംഗ്വേജിൽ ഏതൊരു രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ഇവിടെ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരിക. ഒരു പാരീസിലേക്ക് വരാൻ ആഗ്രഹമുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് വരാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് എന്തൊരു അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? ലൈക്ക് ദ ബേസിക് ഒരു ഇമ്പോർട്ടന്റ് തിങ്, ബേസിക്കായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് കോളേജ് തന്നെയാണ്. നല്ലൊരു കോളേജ് ചൂസ് ചെയ്യുക, നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ കോളേജിനെ കുറിച്ചും കോഴ്സിനെ നന്നായിട്ട് അന്വേഷിക്കുക. നമുക്കിപ്പോൾ ലിങ്ക്ഡിലാണെങ്കിലും അതല്ല, നമുക്ക് നെറ്റിൽ കയറി അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലും കൃത്യമായിട്ട് ആ കോളേജിനെ കുറിച്ച് അറിയാൻ സാധിക്കും, കോഴ്സിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അതുപോലെ ക്യാമ്പസ് ഫ്രാൻസിലെ സൈറ്റ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ക്യാമ്പസ് ഫ്രാൻസ് സൈറ്റിൽ ഒരുപാട് സ്കോളർഷിപ്സിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക. എബ്രോഡ് പോയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കോളർഷിപ്പ് ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ബേസിക് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, കോഴ്സ്, നല്ലൊരു കോഴ്സ് എടുക്കുക, നല്ലൊരു കോളേജ് ചൂസ് ചെയ്യുക, അതോടൊപ്പം തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പം ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിലുള്ള ഹെക്ടിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ കോളേജ് പ്രോപ്പർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പോലും ആ ഒരു സമയത്ത് കോഴ്സിന് തന്നെ പ്രയോറിറ്റി കൊടുത്ത് പാർട്ട് ടൈം സെക്കൻഡറി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3-4 months ഒന്നും പാർട്ട് ടൈം കാര്യങ്ങൾ കിട്ടുന്ന നിർബന്ധമില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ രീതിയിലുള്ള ഒരു ഇത് കയ്യിൽ വേണം. എന്തായാലും നമുക്ക് ഏകദേശം ഒരു ഫണ്ടിനെ കുറിച്ച് സംസാരിക്കണം. ഏകദേശം ഒരു എത്ര രൂപ വേണം? അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് കയറി വരുമ്പോൾ നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു, ആ കോളേജിലേക്ക് നമ്മൾ 50% ഫീ നമ്മൾ ആദ്യം പേ ചെയ്യണം. നാട്ടിൽ നിന്ന് പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. ആദ്യം ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും വരിക, അതിനുശേഷം ഫീ പേ ചെയ്തതിനു ശേഷം അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരും. ഈ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മറ്റേ സ്റ്റഡീസിന്റെ പേപ്പേഴ്സ്, കംപ്ലീറ്റ് ചെയ്ത കോഴ്സിന്റെ പേപ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ ക്യാമ്പസ് ഫ്രാൻസിലാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ക്യാമ്പസ് ഫ്രാൻസ് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, ഒരു ബേസിക്. അതിനുശേഷം അത് NOC കിട്ടും. അതും കൂടിയാണ് നമ്മൾ വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫീസിന്റെ ഒരു 50% നമ്മൾ ആദ്യം കോളേജിലേക്ക് അടയ്ക്കേണ്ടത്. പിന്നെ നാട്ടിലെ ക്യാമ്പസ് ഫ്രാൻസ് ബാക്കി വിസയുടെ പ്രോസസിംഗ് എല്ലാം കൂടെ നമുക്ക് ഒരു 2 lakhs rupees വരുന്നുണ്ട്. അപ്പോൾ ഒരു 10 lakhs ഒക്കെ ഫസ്റ്റ് ഇയർ ഫീ വരുന്ന ഒരു കോളേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 lakh ഫസ്റ്റ് മന്ത് പേ ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ വന്ന് 2 months ശേഷം നമുക്ക് ബാക്കി ഫീ അടച്ചാൽ മതി. അതോടൊപ്പം തന്നെ EML ഒക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻസ്റ്റാൾമെന്റ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട് സ്റ്റുഡൻസിന്. നമുക്ക് 3-4 തവണയായിട്ട് ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കോളേജിൽ. അപ്പം അത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്.
മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് ചെയ്ത് പോകാൻ പറ്റും, വലിയ കുഴപ്പമില്ല. ഓക്കെ, സോ യു ചൂസ് മാർക്കറ്റിംഗ് അല്ലേ? അപ്പൊ മാർക്കറ്റിംഗ് ഗ്രാജുവേറ്റ് ആയിട്ട് അവിടെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുറത്തായാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണോ, ഓർ ഹൗ? നമ്മുടെ പാരീസ് എന്ന് പറയുന്നത് ഒരുപാട് കമ്പനികളുടെ ഒരു കേന്ദ്രമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ കോളേജ് ഇരിക്കുന്ന ലാ ഡിഫൻസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കമ്പനീസ് ഉള്ള സിറ്റികളിലൊന്നാണ്. ഏകദേശം 1000+ കമ്പനീസ് വരുന്നുണ്ട് അവിടെ. അപ്പൊ ഒരുപാട് മാർക്കറ്റിംഗ് സെക്ടറിൽ വരുന്ന കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഗ്രാസ്പ് ചെയ്ത പോലെ ഇരിക്കും. മെയിനായിട്ട് സ്കിൽസ് ആണ് മെയിനായിട്ട്. നമ്മളിപ്പം നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അധികം ഫെമിലിയർ ആയിട്ടുള്ള അല്ലാത്ത കാര്യമാണ് ലിങ്ക്ഡിൻ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബിലാണെങ്കിൽ ഇപ്പോൾ ലിങ്ക്ഡിന്റെ പ്രൊഫൈലിംഗ് ആണ് ചോദിക്കുന്നത്. പ്രോപ്പറായിട്ട് ലിങ്ക്ഡിൻ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. ബാക്കി ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ വരും. Okay, I think there's any showing the students any doubts and there ഉണ്ടെങ്കിൽ I think you can comment on comment box. നമുക്ക് അതുപോലെ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന. ഇപ്പൊ കേരളത്തിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണെങ്കിൽ സമ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ വരുന്നുണ്ട് മലയാളി അസോസിയേഷന്റെ പേരിൽ. അപ്പം അവർ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയാണെങ്കിൽ ലാസ്റ്റ് ഒരു 1 month മുമ്പ് ഇവിടെ ഒരു ഫയർ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു 8-10 ഇന്ത്യൻ സ്റ്റുഡൻസ് താമസിച്ചിരുന്ന ഒരു വീടിന് ഫയർ ഇഷ്യൂ നിന്ന് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നത്. പാസ്പോർട്ട് പോയി, കുറെ ലീഗൽ ഡോക്യുമെന്റ്സ് പോയി. അപ്പൊ ഒക്കെ രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പം പിന്നെ ഇവിടെ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പോകുന്നുണ്ട്, വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. മലയാളീസും അത്യാവശ്യം ആൾക്കാരായി വരുന്നുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോ വരും ഇൻഡേക്കുകളിലേക്ക് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ക്യാമ്പസ് ഇൻസൈഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര പൈസയാണ്. അപ്പൊ നമുക്ക് അല്ലാണ്ട് തന്നെ സ്റ്റേ നോക്കുകയായിരിക്കും നല്ലത്. ഇപ്പൊ ഞങ്ങൾ ഒരു 2-3 പേര് ഒന്നിച്ചൊരു ഷെയറിംഗ് ആയിട്ട് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ റുപ്പി ഒരു 35,000 റുപ്പീസിന്റെ അടുത്ത് നമുക്ക് 1 month റെന്റ് വരുന്നുണ്ട്. യൂറോയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 300-350 ലെവലില്. അപ്പൊ പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരു പൈസയും കൊണ്ട് നമ്മുടെ ഫീസ് അടച്ചു പോകാൻ പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ ചെലവുകളും കാര്യങ്ങളും ബാലൻസ് ആയി പോകും. നമ്മുടെ റെന്റ്, ബാക്കി ഫുഡ് ആൻഡ് എക്സ്പെൻസസ് കാര്യങ്ങളെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും സുഖമായിട്ട് പാർട്ട് ടൈം ജോബിന്റെ ഒരു ഇത് വെച്ചിട്ട്. പക്ഷെ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് ഏൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ കോളേജ് ഫീ അടച്ചു പോകാൻ പറ്റില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫണ്ട് ഫസ്റ്റ് ഇയറിലെ ഫണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പോ ഒളിമ്പിക്സിന്റെ വർക്ക് കിട്ടിയത് കൊണ്ട് കുറച്ച് ഹൈലിപ്പൈഡ് ആണ്. ഇല്ല, ഒരു 4.5 months കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം സെക്കൻഡ് ഇയർ ഫീസിന് വേണ്ട ഒരു എമൗണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ സ്വന്തം പ്രൊഫഷണൽ ഗ്രോത്തിന് അവിടെ പാരീസിൽ ഏതെങ്കിലും ലൈക്ക് പ്രൊജക്ട്സോ അങ്ങനെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു? അങ്ങനെ പ്രൊജക്ട്സ് ആയിട്ടൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതിലിപ്പോ ഏറ്റവും ഉദാഹരണമാണ് ഒളിമ്പിക്സ് തന്നെ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നോക്കിയത് ഒരു കാര്യമായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു വോളണ്ടിയർ ആയിട്ടെങ്കിലും ഒളിമ്പിക്സിൽ പങ്കെടുക്കണം എന്ന രീതിയിൽ. അപ്പോഴാണ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പൊ മാത്രമേ നമുക്കിപ്പോ ഏതൊരു കമ്പനി വർക്ക് ചെയ്താൽ നമുക്കൊരു 3 months മുകളിലേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ 4.5 months ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ കരിയറിൽ എന്തായാലും അതുകൊണ്ട് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നല്ലൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ തന്നെയാണ്. എക്സാക്ട്ലി, എന്തായാലും ലൈക്ക് ഇറ്റ്സ് ഒളിമ്പിക്സ്. സോ അത് ചെറിയ എക്സ്പോഷർ അല്ല, നമുക്ക് കൃത്യമായിട്ട് അവിടെ മനസ്സിലാവുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മീൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും, മീൻസ് അവിടെ മാനേജേഴ്സ് ഡയറക്ടേഴ്സ് ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. ഇപ്പൊ നമ്മുടെ ഒരു ഒളിമ്പിക്സിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26th ഒളിമ്പിക്സ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വെന്യൂസിലേക്ക് പോകും. അപ്പൊ കൂടുതലായിട്ട് പല കാര്യങ്ങളും കാണാനൊക്കെ പറ്റും, പഠിക്കാൻ പറ്റും, കാണാൻ പറ്റും. അയ്യോ, സോ ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. You can be there. അപ്പൊ വർക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എങ്ങനെ ഫ്രാൻസിലാണോ? ഇല്ല, കൾച്ചർ എന്ന് പറയാൻ വേണ്ടി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു പരിധി വരെയൊക്കെ എന്താ പറയാ, നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഫ്രാൻസിന്റെ ഒരു കൾച്ചർ എന്ന് പറയാനായിട്ട് ഫുൾ ആഘോഷമാണ് മെയിനായിട്ട്. അത് തന്നെ ഇവിടെ മെയിൻ. സമ്മർ ടൈം മൊത്തം എൻജോയ്മെന്റ്. കാരണം ഇവിടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് മാറി വരുന്ന രീതിയിലാണ്. വിന്റർ തുടങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും, മൈനസിലേക്ക് പോകും. സമ്മർ ആയി കഴിഞ്ഞാൽ നാട്ടിലേക്കാളും ചൂടാണ്, 35-40 എത്തും. അപ്പോ ആ രീതിയിലാണ് ക്ലൈമറ്റിന്റെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. ഫുഡ് ഒരുപാട് മീൻസ് പാരീസിൽ ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൾച്ചർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം പാരീസിൽ പല കൺട്രീസിൽ നിന്നുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറന്റും ഇറ്റാലിയൻ റെസ്റ്റോറന്റും ചൈനീസും എല്ലാം കാണാൻ പറ്റും. അപ്പോ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും ഒരുപക്ഷെ പാരീസിന് പുറത്തേക്ക് ഒന്നും കൂടെ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യമായിട്ട് അങ്ങനെ വിസിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം അന്ന് കുറച്ച് ഹെക്ടിക് ആയിരുന്നു കാര്യങ്ങൾ. കോളേജ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒളിമ്പിക്സിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു. അതൊക്കെ കുറച്ചും കൂടെ ഒക്കെ പുറത്തേക്ക് കറങ്ങാനുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, സമയമുണ്ടല്ലോ. പിന്നെ സ്റ്റേ ബാക്കിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ല. ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ആയിട്ടുണ്ട് 5 year സ്റ്റേ ബാക്ക് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് 5 year സ്റ്റേ ബാക്ക് ഇല്ല. അത് നരേന്ദ്രമോദി വന്നിട്ട് ഒരു നല്ല രീതിയിലേക്ക് ഇപ്പോഴും ഒരുപാട് ഏജൻസീസ് 5 year സ്റ്റേ ബാക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നാൽ 5 year സ്റ്റേ ബാക്ക് ഇല്ല. നമുക്ക് 2 year സ്റ്റേ ബാക്ക് ആണുള്ളത്. അതിനുശേഷം നമുക്കൊരു 3 years നമുക്ക് 90 days പാരീസിൽ വന്ന്
നിന്ന് തിരിച്ചു പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ 3 ഇയേഴ്സിലേക്ക് 90 ഡേയ്സ് ഫ്രാൻസിൽ വരാം, പാരീസിൽ നിൽക്കാം, ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയി ഒരു 90 ഡേയ്സ് ഇന്ത്യയിൽ നിന്നതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് വിസയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നല്ലാണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേ ബാക്ക് 2 ഇയർ വരുന്നുള്ളൂ. I think we have എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഏകദേശം സംസാരിച്ചിട്ടുണ്ട്. Does anyone have any doubts in the comment box യൂസ് ചെയ്യാം. If any students have any doubts regarding പാരീസ് ആയിക്കോട്ടെ, കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഒളിമ്പിക്സ് ആയിക്കോട്ടെ, anything. I think that topic is like very എന്താ പറയാ എക്സൈറ്റിംഗ് തിങ്. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ I was like okay, Olympics, okay, you're working, you're doing, that's a very big international exposure. അപ്പൊ ഒളിമ്പിക്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ഇന്ത്യയിൽ നിന്ന് ക്യാമ്പില്. അതിനുശേഷം ഇപ്പൊ 2 പേര് വന്നിട്ടുണ്ട് പുതിയതായിട്ട്, നാട്ടിൽ നിന്നുള്ള ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ഇന്ത്യയിലായിട്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മൊത്തം. എനിക്ക് തോന്നുന്നു I think we have completed everything. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ we can ask. പിന്നെ സ്റ്റുഡൻസിന് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം വഴി ലിങ്ക്ഡിൻ പ്രൊഫൈൽ, യെസ്, ലിങ്ക്ഡിനോ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഓക്കെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്താൽ മതി, നമുക്ക് പറ്റുന്ന പോലെ സമയം നോക്കി റിപ്ലൈ തരാം. ലിങ്ക്ഡിനിൽ ആളുടെ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെക്ടിക്കും കാര്യങ്ങളാണ്, എന്നാലും ഹി വുഡ് ഫൈൻഡ്. ഇപ്പം നമുക്ക് ഈ സെഷനിൽ തന്നെ ടൈം കണ്ടെത്തിയത് ലൈക്ക് ഇന്ന് ഷെഡ്യൂൾ ചെയ്തു, റീഷെഡ്യൂൾ ചെയ്തു, പിന്നെ സാറ്റർഡേ ഷെഡ്യൂൾ ചെയ്തത് വർക്ക് ഇല്ലാതെ പറഞ്ഞിട്ടായിരുന്നു. ബട്ട് യുനോ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. Yes, anyone have any doubts? നമുക്ക് ചോദിക്കാം. It's an open space. ഇത് കമ്മ്യൂണിറ്റി ആണ്. Anyone can ask anything. We are here to. And especially ഞാൻ ഡോണസിനെ മീറ്റ് ചെയ്ത് ലൈക്ക് കണക്ട് ചെയ്തപ്പോൾ he was very excited. Like I think എല്ലാവരുടെയും ഒരു സ്പെസിഫിക്കലി ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ് പാരീസ്. Exactly, he was very excited than all the people. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഫ്രാൻസിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പലർക്കും ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോ ഞാൻ വന്നപ്പോൾ ആണെങ്കിൽ പോലും പലതും ഞാനിവിടെ വന്നതിന് ശേഷം കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് UK കുറിച്ചോ കാനഡയെ കുറിച്ചോ ഒക്കെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഫ്രാൻസിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ പല അഡ്വർടൈസ്മെന്റ്സും കാണുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളാണ് പല ഏജൻസികൾ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. ലൈക്ക് 5 ഇയർ സ്റ്റേ ബാക്ക്, നമുക്ക് ഇഷ്ടം പോലെ പാർട്ട് ടൈം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാർട്ട് ടൈം എടുക്കാനുള്ള ഓപ്ഷൻസ് ആ രീതിയിലുള്ള ലോക്കൽ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് നല്ലൊരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, നല്ല ഹെക്ടിക്കാണ് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ബാക്കി സമയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു 2 ഇയർ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ആ 2 വർഷം അത്യാവശ്യം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കണം എന്തായാലും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. Like lot of information about even everything, culture ആയിക്കോട്ടെ, അവിടെ പോയിട്ട് എന്താവും. I think you said കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. I never knew about the stay back ന്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ ഈ ടൈം ഹെക്ടിക് ഷെഡ്യൂൾസ് ആണ് വരുന്നത് എന്നുള്ളതും. I think ഇപ്പൊ UK കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ കുറെ പേര് പറയും 3 days class, 3 days, 2 to 4, 5 days we can work and even there is time to chill out, and I think that's a very rare thing for you. So I think we can, it's toward the end of the session. I think എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം, കമ്മ്യൂണിറ്റിയിൽ തന്നെ ചോദിക്കാം, ഓർ ലിങ്ക്ഡിൻ പേജ് ചെയ്യാൻ ഗ്രൂപ്പിൽ ഇടാം, ഷെയർ ചെയ്യാം. സിനിമൻ എനി ക്വസ്റ്റ്യൻസ് റൈറ്റ് നൗ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. ഇപ്പോ ആപ്ലിക്കേഷനെ കുറിച്ചാണെങ്കിലോ അതേപോലെ നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് മൊത്തമായിട്ട് കാര്യങ്ങൾ കുറച്ച് ഹെക്ടിക്കാണ്. ഇപ്പൊ ക്യാമ്പസ് ഫ്രാൻസിലാണെങ്കിൽ പോലും നമുക്ക് ക്യാമ്പസ് ഫ്രാൻസിന് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാനും NOC കിട്ടാനൊക്കെ കുറച്ച് ഡിലേ വരുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അത്ര ഇല്ലായിരുന്നു. ഒരു 24 hours നമുക്ക് ക്യാമ്പസ് ഫ്രാൻസ് ഇന്റർവ്യൂ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോ 10 days ഒക്കെ എടുക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ഫ്രാൻസിലേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് അതെ, ഒരുപാട് സ്റ്റുഡൻസ് വരുന്നതിന്റെ ഒരു ചേഞ്ച് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ എവിടെയൊക്കെയോ ഇംഗ്ലീഷിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങുന്ന ഫീൽ ചെയ്തിട്ടുണ്ട് കോളേജിലൊക്കെ. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഒരു സാഹചര്യം അല്ല. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇന്ത്യൻ ഫേസസ് കാണാൻ തുടങ്ങി. പാരീസിലാണെങ്കിൽ പോലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഗ്രൂപ്പുകളിലേക്ക് ഒരുപാട് പേര് പുതിയതായിട്ട് ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രാൻസിലേക്ക്. കാരണം ഈ ഒരു പരിധി വരെ ഈ ലോക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന സ്റ്റുഡൻസ് അവരറിയാണ്ട് വന്നവരാ. ലൈക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ് എന്നറിഞ്ഞ് പോയ കുറെ പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയണം, നമുക്കൊരു ബേസിക് ഇന്റർനെറ്റ് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോളേജ് എന്താണ് സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ കാരണം നമ്മൾ ഒരു കരിയറിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ എബ്രോഡിലേക്ക് പോകുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ എല്ലാ രീതിയിലും പോകുമ്പോൾ മാക്സിമം അതെ അത്രയും മാക്സിമം അനുഗ്രഹം അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവാൻ നോക്കുക. Okay, there was an anonymous question ആണ്. Best colleges to do MIM or business analytics in Paris. പാരീസിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് MIM അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് ചെയ്യാൻ പറ്റിയ കോളേജ്. നമുക്ക് ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. നമുക്ക് ഫ്രാൻസിൽ ഒരുപാട് ഗവൺമെന്റിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്.
അതോടൊപ്പം തന്നെ അല്ലാത്ത പ്രൈവറ്റ് ബിസിനസ് സ്കൂൾസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ബാക്കി ഗവൺമെന്റ് കോളേജ് യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഫ്രഞ്ചിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ബിസിനസ് സ്കൂളുകൾ നമുക്ക് ഇംഗ്ലീഷിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലായിട്ടുള്ളൂ. ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ MIM ചെയ്യണമെന്നുണ്ടെങ്കിൽ EMLV നല്ലൊരു ഓപ്ഷൻ ആണ് സ്വാഭാവികമായിട്ടും. പിന്നെ EMLV ജാനുവരി ഇൻടേക്കിൽ MIM ഇൻടേക്ക് ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. സെപ്റ്റംബറിൽ മാത്രമേ EMLVയിലേക്ക് ഇൻടേക്ക് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു സെപ്റ്റംബറിൽ ഇൻടേക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്ലോസ് ആവാറായും തോന്നുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ I think another question is there. IELTS ലെ EMLV സർട്ടിഫിക്കറ്റ് കിട്ടില്ല, ഇഫ് നോവേർ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു വെച്ചു പോലും. സോ IELTS ഇല്ലെങ്കിൽ EMLV സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? വേറെ എന്തെങ്കിലും IELTS ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ നിന്ന് തന്നെ ടോയ്ക്ക് എഴുതാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. കോളേജുകാർ തന്നെ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. നമുക്ക് ഫ്രാൻസിൽ വന്നതിന് ശേഷം കോളേജിന്റെ കീഴിൽ തന്നെ നമുക്ക് ടോയ്ക്ക് എഴുതാം. ഒരു പ്രാവശ്യം ഒരു അറ്റംപ്റ്റ് കോളേജ് തരുന്നുണ്ട്. നമുക്ക് ആ അറ്റംപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ €100 പേ ചെയ്ത് ബാക്കി എഴുതേണ്ട വരും. ഇപ്പൊ കോളേജിൽ തന്നെ ടോയ്ക്ക് എന്ന് പറഞ്ഞ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്പൊ അത് ക്ലിയർ ചെയ്താൽ മതി. IELTS ഇല്ലെന്നുണ്ടെങ്കിൽ ടോയ്ക്ക് മതി. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ ഫ്രാൻസ് കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ഒരു മാസം നമുക്കിപ്പോൾ ഏകദേശം ഇപ്പൊ എന്റെ ഒരു ചെലവ് വെച്ച് പറയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു €400 അടുത്ത് നമുക്ക് മന്ത്ലി നമുക്ക് ഇവിടെ എക്സ്പെൻസ് €450 ഇപ്പൊ എന്റെ ഒരു കേസ് പറയാൻ വേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മുടെ റെന്റ്, ബാക്കി ട്രാവൽ കാർഡിന്റെ എക്സ്പെൻസ് വരുന്നുണ്ട്, പിന്നെ ബാക്കി ഫുഡിന്റെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടി ഒരു €450 നമുക്ക് പെർ മന്ത് ഫീസ് കൂടാണ്ട് കേട്ടോ. നമുക്കൊരു €450 പെർ മന്ത് നമുക്ക് വരുന്നുണ്ട് ഫീസ് കൂടാതെ. ഫീസ് കൂടാതെ. അതാണ് ഒരിക്കലും പാർട്ട് ടൈം ജോബ് ഫീസിലേക്ക് മറ്റേ ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് കണ്ടക്ട് ചെയ്ത് നടന്നു പോകുന്നു മാത്രമേ ഉള്ളൂ. ഫ്രാൻസിലേക്ക് വരാൻ ITR ഫയൽ ചെയ്യണം. ITR ഫയൽ ചെയ്യുമ്പോൾ അത് പല രീതിയിലുണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ സോഴ്സ് എന്താണ് കാണിക്കുന്നതിന്റെ ബേസ് ചെയ്തിരിക്കും ITR ഫയൽ ചെയ്യണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ ചില കേസുകൾ ITR ഫയൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മുടെ ഇപ്പോൾ ഒരു ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻ അല്ല, ഫാദർ മദർ അല്ല, ഒരു വേറെ ആരെങ്കിലും ആണ് നമ്മുടെ ഫണ്ട് സോഴ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ടി വരും. അതല്ല എഡ്യൂക്കേഷൻ ലോണിന്റെ പേപ്പർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ലോൺ സാങ്ഷൻ ആയ പേപ്പർ മാത്രം മതി. അത് ഡിപ്പെൻഡ്സ് നമ്മൾ എന്ത് ഫണ്ട് സോഴ്സ് ആണ് കാണിക്കുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും ITRന്റെ കാര്യം. അവിടെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ടോയ്ക്കില് B2 ആ സ്കോർ വേണം, B2 വേണം എന്തായാലും. എനിക്ക് തോന്നുന്നു 960 780 അങ്ങോട്ട് വേണം തോന്നുന്നു B2 ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോ ടോയ്ക്ക് നമുക്ക് B2 ഇവിടെ തന്നെ ചെയ്യണം. B2 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. നമുക്ക് നാട്ടിൽ നിന്ന് IELTS ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. കാരണം ഒരു ഓവറോൾ 6.5 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 6.5 ഒന്നും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല IELTS അറിയാലോ. അപ്പൊ നമുക്ക് ഓവറോൾ 6.5 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ എന്റെ ആവശ്യം വരുന്നില്ല. ഇല്ലെങ്കിൽ കോളേജിന്റെ ടോയ്ക്ക് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാവരും IELTS ഇല്ലാന്ന് പ്രൊമോട്ട് ചെയ്യുന്നൊരു ഇല്ലാണ്ട് ഫ്രാൻസിലേക്ക് വരാം. അപ്പൊ എനിക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ കേസ് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് ട്രിപ്പിൾ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ നമുക്ക് B2 ലെവൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രമേ PG സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ട്രിപ്പിൾ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസിലേക്ക് നമുക്ക് B2 വേണം. ഐ മീൻ ഫ്രഞ്ച് B1 ആൻഡ് B2. ഫ്രഞ്ച് നമുക്ക് മാൻഡേറ്ററി അല്ല. മീൻസ് നമ്മളിവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, നമ്മളിവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫ്രഞ്ച് B1 അല്ലെങ്കിൽ B2 എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നില്ല കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് കോളേജിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള B1 B2 ഫ്രഞ്ചിന്റെ ബേസിക്സ് തരുന്നുണ്ട്. അതിന് പ്രോപ്പർ ആയിട്ട് നമുക്ക് എക്സാം ഉണ്ട്. ആ എക്സാം നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മുടെ ഒരു ലാംഗ്വേജ് പേപ്പർ പോലെ തന്നെ ഇവിടെ ഫ്രഞ്ച് പോകുന്നുണ്ട്. Good college for MIM other than EMLV. EMLV HEC പാരീസ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. നല്ല കോളേജാണ്, പക്ഷെ അവിടെ ഫീസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. പിന്നെ MIM അങ്ങനെ ഒരുപാട് കോളേജുകളില്ല. കൂടുതൽ സ്ഥലത്ത് MBA ഒക്കെയാണ് ഉള്ളത്, കോളേജസ് ഉണ്ട് ബാക്കി. പക്ഷെ MIM ഉള്ള കോളേജസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഡിഗ്രി ഒരു 60% അറൗണ്ടാണ് മാർക്കെങ്കിൽ ഫ്രാൻസിൽ കോളേജസ് കിട്ടാൻ ഹാർഡാണോ? നമുക്കിവിടെ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 75% ഒരു മിനിമം കട്ട് ഓഫ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു EMLV ഒക്കെ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് 65 66 ഒക്കെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് വന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് EMLVയിലേക്ക് ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടു, അതിനുശേഷം അവരൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിരുന്നു. ആ ഇന്റർവ്യൂവിന്റെയും നമ്മുടെ ബാക്കി മാർക്കിന്റെ എല്ലാത്തിന്റെയും കൂടെ ബേസിലായിരുന്നു അഡ്മിഷൻ. അപ്പൊ നമുക്ക് ഒരു 60-65 ഒക്കെയാണ് മാർക്ക് ഉള്ളതെങ്കിലും ഇന്റർവ്യൂ കോഡ് വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഒരു പരിധി വരെ ഒരു മറ്റേ ബുക്കിൽ പഠിച്ചു പോയി എഴുതി വെക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. Any more questions? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. I think we are moving toward the end of the session. It's almost an hour. പിന്നെ കോളേജിന്റെ ഒരു കേസ് പറയാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ പല രീതിയിൽ നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള പല കാര്യങ്ങളുണ്ട്.
ഒരുപാട് ക്ലബ്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഹാക്കത്തോൺ പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട് കോളേജുകാർ. അത് മാൻഡേറ്ററി ആണ്, നമ്മുടെ സിലബസിലെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ബിസിനസ് ഇന്നോവേഷൻ പ്രോഗ്രാംസ്, ഹാക്കത്തോൺ പ്രോഗ്രാംസ് പോലുള്ള പല കാര്യങ്ങളും കോളേജ് തന്നെ സ്റ്റുഡൻസിന് വേണ്ടി തരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് നല്ലൊരു കോളേജ് നോക്കി മാക്സിമം ട്രിപ്പിൾ അക്രഡിറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നല്ല റാങ്കിങ് ഉള്ള ഒരു കോഴ്സ് തന്നെ എടുക്കാൻ നോക്കുക. ബാക്കിയൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെ, ഐ തിങ്ക് എവറിഥിങ്, ഇപ്പം പോസിറ്റീവ്സ് പറയുകയാണെങ്കിലും വേറെ എന്താണെങ്കിലും വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. പോസിറ്റീവായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അതനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോ നമുക്ക് ഇവിടെ മാസ്റ്റേഴ്സ് പാസ്സാവാൻ ബുദ്ധിമുട്ടാണോ എന്നുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്താലും ചോദിച്ചില്ല. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പോകാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പാസ്സാവും. അതല്ല, ക്ലാസ് ബഗ് ചെയ്തനുസരിച്ച് നമ്മൾ പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കും. ഹൗ ഈസ് IESEG? അതറിയാത്ത പിള്ളേരുണ്ടാവും. ഐ തിങ്ക് IESEG ഒരു യൂണിവേഴ്സിറ്റിയാണ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ക്ലിയർ ആയിട്ട് ഐഡിയ ഇല്ല. ഞാൻ വേണമെങ്കിൽ നമ്മുടെ അന്വേഷിച്ചിട്ട് ഞാൻ മുഷിതനെ അറിയിക്കും, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റിനോട് പേഴ്സണലായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. IESEG പിന്നെ ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്തായാലും ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. MBA ആണ് ചെയ്യുന്നതെങ്കിൽ ഗുഡ് കോളേജ് സജസ്റ്റ് ചെയ്യാം. ഇപ്പൊ MBA ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റീസ് നോക്കുക, കോഴ്സിന്റെ ഇന്ത്യയിൽ റാങ്കിങ് നോക്കുക. ഇപ്പൊ ഗുഡ് കോളേജ് എന്ന് പറയാൻ വേണ്ടി ആണെങ്കിൽ നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് ക്യാമ്പസ് ഫ്രാൻസിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കോളേജ് ലിസ്റ്റ് എല്ലാം അവിടെ ഉണ്ട്. MBA ആണെങ്കിൽ ഇപ്പൊ ഒരു ICD എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട്, ഡബിൾ അക്രഡിറ്റഡ് കോളേജാണ്. MBA വലിയ കുഴപ്പമില്ലാത്ത കോളേജാണ്. അതുപോലെ EMLB വരുന്നുണ്ട്. അതുപോലെ തന്നെ PSB വലിയ കുഴപ്പമില്ലാത്ത കോളേജാണ്. അത്യാവശ്യം അക്രഡിറ്റേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഫ്രാൻസിലേക്ക് വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും 3 ഇയർ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസിൽ 1 ഇയർ കോഴ്സ് എടുക്കാൻ പറ്റില്ല. അപ്പോ വളരെ റയർ ആയിട്ടൊക്കെ കുറച്ച് പേർക്കൊക്കെ വിസയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഇൻടേക്കിലടക്കം ഒരുപാട് പേർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്, വിസ റിജക്ഷൻ വന്നിട്ടുണ്ട്. 3 ഇയർ നമുക്ക് നാട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 ഇയർ കോഴ്സാണ് എടുക്കേണ്ടത്. അങ്ങനെ എന്നാൽ അതൊരു ഗ്രാൻഡ് അക്കോൾ പ്രോഗ്രാം ആയിട്ട് കണക്കാക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചേഞ്ച് ചെയ്യണം 4 ഇയർ ഡിഗ്രി. നാട്ടിൽ 4 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ കോഴ്സ് എടുക്കാൻ പറ്റും. 1 ഇയർ കോഴ്സ് ചെയ്യാൻ പറ്റും. ഗുഡ് ഓപ്ഷൻസ് അല്ലെ. അപ്പൊ കുറെ ആൾക്കാർ അതും ലൈക് നാട്ടിൽ ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ തന്നെ 4 ഇയർ കോഴ്സ് പാകുന്നതിൽ ആശങ്ക ഉണ്ടായിരുന്നു. ലൈക് 1 ഇയറും കൂടി ആഡ് ഓൺ ആവുകയാണ്, നമുക്ക് വേറെ ഇതിലേക്കുള്ള ഒരു ഇതുണ്ടാവില്ല. അത് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം നമുക്ക് നാട്ടിൽ 4 ഇയർ കോഴ്സ് ആണ് ചെയ്തത്, നമുക്ക് 1 ഇയർ MBA പ്രോഗ്രാംസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഹൗ ഈസ് ABS? എന്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട്. ABS അമേരിക്കൻ ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞൊരു കോളേജാണ്, ഡബിൾ അക്രഡിറ്റഡ് ആണ്, കുഴപ്പമില്ല, അത്യാവശ്യം വാല്യൂ ഉള്ള ഒരു കോളേജാണ്. അവിടെ ABSൽ എന്റെ ഒരു ഫ്രണ്ട്സ് പഠിക്കുന്നുണ്ട്, 2 പേര് പഠിക്കുന്നുണ്ട് ABSൽ. ABS വലിയ കുഴപ്പമില്ലാത്ത കോളേജാണ്. അവിടെ MBA എനിക്കൊന്ന് MBA ഉള്ളൂ തോന്നുന്നു അവിടെ. പിന്നെ ലോജിസ്റ്റിക്സ് റിലേറ്റഡ് കോഴ്സുകളൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്. അവിടെ ഇതുപോലെ വീക്ക്ലി 5 ഡേ ക്ലാസ് ഉണ്ട് കേട്ടോ, മൺഡേ ടു ഫ്രൈഡേ വരെ ക്ലാസ്. ഞാൻ ഒരുപാട് കോളേജുകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടില്ലായിരുന്നു, കാരണം നമുക്ക് അങ്ങനെ ഡാറ്റാബേസ് വളരെ കുറവാണ്. കോളേജിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു അങ്ങനെ. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കോളേജിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിങ്കിൽ വഴി ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി, അന്വേഷിച്ചിട്ട് പറഞ്ഞു. So any more questions or it's 9:27 actually here. I think it's there almost ഇവിടെ 6 മണി. അതെ. Okay, any more questions? നമുക്കുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അയച്ചു തരാം. അപ്പം പ്രൊഫൈലിലോ കാര്യമാണ് സംസാരിക്കാം. I think it's toward the end. So first of all, I want to say thank to you, like a very big thank you, because hectic schedule ആണ്. ഞാൻ ഓരോന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ ലൈക്ക് ഇവൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ടു ഗിവ് ഔട്ട് ദി ഇൻഫർമേഷൻ. I think okay, one more question, is internship are paid or not? അതെ, ഫ്രാൻസിൽ ഇന്റേൺഷിപ്സ് പെയ്ഡ് ആണ്. നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് അല്ല. എന്നാൽ നമ്മൾ ഫ്രാൻസിൽ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ പെയ്ഡ് ഇന്റേൺഷിപ്പ് മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. 2 months മുകളിലേക്കുള്ള എല്ലാ ഇന്റേൺഷിപ്സും പെയ്ഡ് ആണ് ഫ്രാൻസിൽ. നമുക്ക് ബേസിക് പേ കിട്ടും. ISTC ബിസിനസ് സ്കൂളും വലിയ കുഴപ്പമില്ലാത്തൊരു കോളേജാണ്. നമുക്ക് അത്യാവശ്യം വലിയ സീനില്ലാത്ത രീതിയിൽ എനിക്കൊന്ന് ഫീസ് കമ്പയർ ചെയ്ത് കുറച്ച് കൂടുതലാണ് സംശയമുണ്ട്. ISTG നോക്കിയിട്ട് വേണം പറയാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ്. I think any more questions? No, I guess I think it's 9:28, ഇപ്പൊ 1 hour ആയി. I think we can end this session. ഇനി വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വീട്ടിൽ പോയേ ഉള്ളൂ. Yeah, so first of all, thank you all, and a big thank you to Thomas. ഒന്നാമത് ഞാൻ 2 കാര്യം കൊണ്ട് എക്സൈറ്റഡ് ആയിരുന്നു. ഒന്ന് പാരീസ് ആണ്, ഒന്ന് ഇറ്റ്സ് യു. കാരണം I know the space before in the കോളേജിൽ തരകണ്ടാക്കിയ ഒരു മുഖങ്ങളിലൊന്നായിരുന്നു. സോ താങ്ക് യു. അപ്പൊ ഞാൻ അന്വേഷിച്ചു, പെട്ടെന്ന് എല്ലായിടത്തും കിട്ടിയ പേര് ഇതായിരുന്നു. ഹിസ് ഡൂയിങ് മാസ്റ്റേഴ്സ് അറ്റ് ഫ്രാൻസ്, പാരീസ്, ആൻഡ് ഹിസ് ഓൺ സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്ത് സ്വന്തമായിട്ട് സ്കോളർഷിപ്പ് ഒക്കെ തപ്പിയെടുത്ത് പോയ ആളാണ്.
അപ്പോ താങ്ക് യു. ആൻഡ് ഇത്രയും ബിസി ഷെഡ്യൂൾ, അതും ഒളിമ്പിക്സിന്റെ ഇടയിൽ താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് യുവർ ടൈം. ഓടിച്ചാടി വന്നതാണ് പെട്ടെന്ന് ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ താങ്ക് യു ആൻഡ് താങ്ക് യു ഓൾ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നും. പേഴ്സണൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ബൈ.